ജീവൻ പണയം വെച്ച് പാമ്പ് പിടുത്തത്തിനിറങ്ങുന്ന തന്നെ പോലുള്ളവരെ സമൂഹവും ഭരണകൂടവും അവഗണിക്കുന്നുവെന്നും അകാരണമായി പാമ്പുകൾ കൊല ചെയ്യപ്പെടുന്നുവെന്നും വാവ സുരേഷ് കോഴിക്കോട് ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുവാനെത്തിയപ്പോൾ ന്യൂസ് 99നോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പാമ്പ് പിടുത്തക്കാർ അനുഭവിക്കുന്ന ഒരു ദുരിതം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു നായുടെ വില പോലും നല്ലൊരു നായുടെ വില ഇന്ന് കഴിഞ്ഞ വർഷം ഞാൻ പത്രത്തിൽ വായിച്ചു. എറണാകുളം ജില്ലയിൽ ഒരു നായെ ഒരാൾ വാങ്ങി 1.5 കോടി രൂപയ്ക്ക് 15 ലക്ഷം രൂപയ്ക്ക് നായ വാങ്ങി 1.5 കോടി രൂപയാണ് അദ്ദേഹം, നിങ്ങൾ പത്രത്തിൽ വായിച്ചിരിക്കാം. അതിന് കിടക്ക ഒരുക്കി, അതായത് ഒരു നല്ല AC ബെഡ്റൂം, ബാത്റൂം, അതിന് എല്ലാ സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ ക്രമീകരിച്ചത് 1.5 കോടി രൂപയ്ക്കാണ്. ഒരു നായ്ക്ക് താമസിക്കാനുള്ള വീട് എറണാകുളത്തിലാണ് ഉണ്ടാക്കിയത്. നായ്ക്ക് 15 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിയത്. ഇന്നൊരു പാവപ്പെട്ട പാമ്പ് പിടുത്തക്കാരെന്ന് പറഞ്ഞാൽ അവഹേളിക്കുന്ന കുറേ ജനങ്ങളുണ്ട്. കൈകൊണ്ട് പാമ്പിനെ പിടിച്ചാൽ കുറ്റം. ഇവിടെ ഒരു ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം പാമ്പിനെ തൊടാൻ പാടില്ലെന്നോ ഫോട്ടോ എടുക്കാൻ പാടില്ലെന്നോ ഒന്നും നിയമമില്ല. കാരണം പാമ്പുകൾ വരുന്നത് മനുഷ്യവാസമുള്ള മേഖലയിലാണ്. അപൂർവ മൃഗങ്ങളിൽ അപൂർവമായിട്ട് മാത്രമല്ല, ഇപ്പോൾ ധാരാളമായി പാമ്പുകളെ തല്ലിക്കൊല, പണ്ടത്തേക്കാളും കൊല കൂടുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? എൻ്റെ വീട്ടിൽ ഞാനൊരു പാമ്പ് പിടുത്തക്കാരനല്ല. എൻ്റെ വീട്ടിലൊരു പാമ്പിനെ പിടിക്കാൻ ഒരാളിനെ വിളിച്ച് വന്നു കഴിഞ്ഞാൽ എന്നെ എന്താ പറയുക, വളരെ മോശമായിട്ട് മാറുന്നില്ല ഫോട്ടോ എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കണം, അങ്ങോട്ട് മാറുന്നില്ലെന്ന് പറഞ്ഞ് മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ച് മാറി നിൽക്കുന്നുണ്ട് ആൾക്കാർ അതിനെ എന്താ പറയുക, ആൾക്കാർ ഇനി ഇവൻ്റെയൊക്കെ വായിരിക്കണ കേൾക്കണ്ട, തല്ലിക്കൊല്ല എന്ന് പറഞ്ഞ ആൾക്കാർ തല്ലിക്കൊല്ലുന്നൊരു പ്രവണതയിലേക്ക് പോകുന്നു. പാമ്പ് കടിയേറ്റാൽ വനം വകുപ്പിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന് ജീവൻ നഷ്ടപ്പെട്ടാൽ കൊടുക്കുന്നത് വലിയൊരു സംഖ്യയാണ്, എടുത്തു പൊക്കാൻ പറ്റാത്തൊരു സംഖ്യയാണ്. 1 ലക്ഷം രൂപയാണ്. ഒരു നായ്ക്ക് 5-10 ലക്ഷം രൂപയുണ്ട്. പാമ്പ് കടിയിൽ ഈ ജീവൻ പണയം വയ്ക്കുന്ന ഇവരെപ്പോൾ എനിക്കെന്തായാലും ഒന്നും തരാൻ പോകുന്നില്ല, ഒരിക്കലും ഒന്നും തരാൻ പോകുന്നില്ല. തന്നാൽ തടസ്സപ്പെടുത്തുക മാത്രമല്ല. ഇവരെയൊക്കെ പോലെ ജീവൻ പണയം വെച്ച് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ ഒരു 10 ദിവസം കിടന്നാൽ എന്താണ് നിങ്ങളെടുത്ത് കൊടുക്കുന്നത്? എന്താ കൊടുക്കുന്നത്? ഇന്ന് അറിയപ്പെടുന്ന ഇവരൊക്കെ പാമ്പ് പിടിക്കാൻ പോയി, ഇവർക്ക് എന്താ പറയുക, അറിയപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് ഇവർക്കൊന്നും ഒരു ഇൻഷുറൻസ് കൊടുക്കത്തില്ല, മെഡിക്ലെയിം കൊടുക്കാൻ നിയമമില്ല. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട അധികാരികളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പരാതികൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുക്കുന്നതുകൊണ്ട് തന്നെ എന്നെ ആർക്കും കണ്ടുവിടാത്തത്. നിങ്ങൾ അറിഞ്ഞോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, എൻ്റെ പ്രിയപ്പെട്ട മുജീബിക്ക് അറിഞ്ഞോ? ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ തിരുവനന്തപുരം ജില്ലയിൽ പാലോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പാമ്പിനെ പിടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ രാജവെമ്പാലയുടെ കടിയേറ്റിട്ട് ഒരു വാർത്ത വന്നിട്ടില്ല. ഞാനാണ് നിങ്ങളോട് പറഞ്ഞത്, അല്ലേ? ഞാനാണ് മുജീബിജിയോട് പറഞ്ഞത്. ഒരു കുഞ്ഞുങ്ങളൊക്കെ അറിഞ്ഞിട്ടില്ല. തിരുവനന്തപുരം ജില്ലത്ത് കിള്ളിപ്പാലം എന്ന സ്ഥലത്ത് ഷിബു എന്നൊരു ചെറുപ്പക്കാരൻ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു. വനത്തിനകത്ത് വെച്ച് കടിയേറ്റ് മരണപ്പെട്ടു. ഒരു ഞായറാഴ്ചയാണ് കടിച്ചതിൻ്റെ വീഡിയോ എൻ്റെ ഉണ്ട്. എങ്ങനെയാണ് കടിയേറ്റതെന്ന് എനിക്കറിയാം, ഏത് സാഹചര്യത്തിലാണ് കടിയേറ്റതെന്ന് എനിക്കറിയാം, എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ എന്താ പറയുക, ന്യൂസ് കേരള 99 അല്ലേ, ന്യൂസ് കേരള 99 എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇനി ഒരുപാട് പറഞ്ഞാൽ തീരുകയില്ല. ഇനി എന്താ പറയുക, ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും കഥകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഒരു 5 എപ്പിസോഡുകൊണ്ട് തീരുകയില്ല, 10 എപ്പിസോഡുകൊണ്ട് തീരുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിലെ പാമ്പിനെ പിടിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാം, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല. പക്ഷേ ഇപ്പം നമ്മുടെ കേരളത്തിലെ ഭരണപക്ഷം അല്ലെങ്കിൽ കേന്ദ്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു ഭരണപക്ഷം ഉണ്ടാവും, ഒരു പ്രതിപക്ഷം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഭരണപക്ഷമാണ്, ഞാൻ പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്ത് ഞാനും എന്നോടൊപ്പമുള്ള ആൾക്കാർ ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ തന്നെ എല്ലാം വൃത്തികേടുകൾ ചെയ്ത് കൂട്ടിക്കും. ഞങ്ങൾ കൈകൊണ്ട് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമാണ്. നിങ്ങൾ കൈകൊണ്ട് പിടിക്കുമ്പോഴോ ആരെങ്കിലും പിടിച്ച പാമ്പിനെ ഹൂക്കിൽ വെച്ച് ട്രെയിനിങ് എന്ന് പറഞ്ഞിങ്ങനെ പല സ്ഥലത്തും വെച്ച് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. പക്ഷേ വേറെ ആരെങ്കിലും ഒരു പാമ്പിനെ പിടിച്ച് ഇങ്ങനെ ഫോട്ടോ എടുത്താൽ എന്താ, ആകാശം ഇടിഞ്ഞു വീഴുമോ, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാൻ നിയമമുണ്ട്. പാമ്പുകൾ വനത്തിനകത്ത് കയറി പാമ്പുകളെ പിടിച്ചാൽ ഫോട്ടോ എടുത്താലേ മാത്രമേ നമുക്ക് നിയമപരമായിട്ട് പ്രശ്നങ്ങളുള്ളൂ. നമ്മുടെ വീട്ടിൽ, ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു പാമ്പ് വന്ന് ഇന്ന ആളിനെ വിളിക്കണം അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ വരാൻ പാടുള്ളൂ എന്നൊരു നിയമമൊന്നുമില്ല. ആർക്കും നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നിങ്ങളുടെ വീട്ടിൽ പാമ്പ് പോകുന്ന നിങ്ങൾക്ക് ധൈര്യമായിട്ട്, ലോകത്തെമ്പാടുമുള്ള സ്വാതന്ത്ര്യമാണ്, പ്രത്യേകിച്ച് ഇന്ത്യയാണ് അല്ലെങ്കിൽ ഭാരതമാണ്, വ്യക്തി സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ്. അല്ലെങ്കിൽ എന്താ പറയുക എല്ലാ രീതിയിലും നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുള്ള ഒരു നാടാണ് ഭാരതം. നിങ്ങളുടെ വീട്ടിൽ പാമ്പ് നിങ്ങൾക്ക് അതിനെ പൈപ്പിൽ കയറ്റി ആൾക്കാർക്ക് അപകടമില്ലാതെ എവിടെയെങ്കിലും കൊണ്ട് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു വിഷമമുള്ള ഒരു കാര്യം കൂടി പറയാം, പാമ്പിന് ധാരാളമായിട്ട് കൊല ചെയ്യപ്പെടുന്നുണ്ട്. ഒരു കാര്യം കൂടി പറയുന്നത്, നിങ്ങളെ വീട്ടിൽ കയറി ഒരാൾ ആക്രമിക്കാൻ വരുന്ന ആളിനെ നിങ്ങൾ കൊല ചെയ്താൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. അന്നിപ്പോൾ ആ മനുഷ്യൻ്റെ കാര്യമല്ല പറഞ്ഞാൽ, ഇപ്പോൾ കടുവായിക്കോട്ടെ, പുലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാമ്പുകളായിക്കോട്ടെ, നിങ്ങളുടെ വീടിനകത്ത് കയറി വന്ന് നിങ്ങൾ അങ്ങനെ തല്ലിക്കൊന്ന് കേസെടുക്കാൻ ഒരു നിയമമില്ല.